നമസ്കാരം. സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശിവരാത്രി ആഘോഷത്തിൽ മഹാദേവ ക്ഷേത്രങ്ങൾ. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷങ്ങൾ വർണ്ണാഭം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ മൂന്നാം ഘട്ട ടാറിംഗ് ആരംഭിച്ചു. കേച്ചേരി പന്നിത്തടം റോഡിൽ കേച്ചേരി ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്ന് കെ മുരളീധരൻ. UDFന് ജയിക്കാനുള്ള സുവർണാവസരം പിണറായി വിജയൻ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും മുരളീധരൻ. വാർത്തകൾ വിശദമായി. ശിവരാത്രി ആഘോഷത്തിൽ മഹാദേവ ക്ഷേത്രങ്ങൾ. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്ന് പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോകനന്മയ്ക്ക് വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ടം പൊത്തിപ്പിടിച്ച് പാർവതിദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാനെ സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടന്നുവരികയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ മൂന്നാം ഘട്ടം ടാറിംഗ് ആരംഭിച്ചു. കേച്ചേരി പന്നിത്തടം റോഡിൽ കേച്ചേരി ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേച്ചേരി മുതൽ പന്നിത്തടം വരെയുള്ള മേഖലയിലെ മൂന്നാം ഘട്ടം ടാറിംഗ് പ്രവൃത്തികളാണ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ജിയോ ടെക്സ്റ്റൈൽ, ജിയോ സെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള കേച്ചേരി അക്കിക്കാവ് റോഡിന് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കുന്നംകുളം, മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിന്റെ ഉത്തര മേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കുവാനും കഴിയും. കിഫ്ബി മാനദണ്ഡപ്രകാരം 12 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചതിനാൽ കേച്ചേരി പന്നിത്തടം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്കായുള്ള വെള്ളാട്ടഞ്ഞൂർ ദേശക്കുതിരയുടെ പുതിയ തലയുടെ നിർമ്മാണം പൂർത്തിയായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കുതിരത്തലയാണ് കഴിഞ്ഞ വർഷം എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. 45 വർഷത്തിലധികമായി വെള്ളാട്ടഞ്ഞൂർ ദേശക്കുതിര വേലയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. പുതുതലമുറയുടെ ഉത്സാഹത്തിലാണ് കഴിഞ്ഞ വർഷം പുതിയ കുതിരയെ പണി തീർത്ത് വേലയിൽ എഴുന്നള്ളിച്ചത്. അന്ന് പഴയ കുതിരയുടെ തലയാണ് ഉപയോഗിച്ചത്. പുതിയ തലയുണ്ടാക്കാൻ ദേശം തീരുമാനിക്കുകയായിരുന്നു. തേക്കുമരത്തിൽ ചിത്രപ്പണിയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജയേഷ് തെക്കേത്തലാണ് ശില്പി. മാർച്ച് 4-ന് ഭരണിവേലയിൽ ഉച്ചതിരിഞ്ഞ് 3:30 വിശ്വകർമ്മ പൂജയോടുകൂടി കുതിരത്തല കൊളുത്തും. കടൽമണൽ ഖനനത്തിനെതിരെ സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ച തീരദേശ ഹർത്താലിൽ പിന്തുണച്ച് മത്സ്യത്തൊഴിലാളി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയാണ് വ്യാഴാഴ്ച തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി മന്ദലാംകുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗത്തിൽ മത്സ്യ അനുബന്ധ തൊഴിലാളി ഏരിയ സെക്രട്ടറി MA വഹാബ് സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി STU സംസ്ഥാന സെക്രട്ടറി PM ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി AITUC സംസ്ഥാന സെക്രട്ടറി VA ഷംസുദ്ദീൻ, STU ജില്ലാ സെക്രട്ടറി KK ഇസ്മായിൽ, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഏരിയ ട്രഷറർ കോയ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ജില്ലാ ജനറൽ സെക്രട്ടറി PA നസീർ, പുന്നൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളായ അസീസ് മന്ദലാകുന്ന, വിശ്വനാഥൻ മാസ്റ്റർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാഴാഴ്ച ചാവക്കാട് നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിലും തുടർന്ന് വസന്തം കോർണറിൽ ചേരുന്ന പൊതുയോഗത്തിലും നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഇവർ അറിയിച്ചു. മത്സ്യബന്ധന തുറമുഖങ്ങളും മാർക്കറ്റുകളും ഹർത്താലിന്റെ ഭാഗമായി പ്രവർത്തിക്കില്ല. മത്സ്യവിതരണ മേഖല ഹർത്താലിൽ സ്തംഭിക്കും. മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്നും UDF ജയിക്കാനുള്ള സുവർണാവസരം പിണറായി വിജയൻ തന്നെ ഒരുക്കി തന്നിരിക്കുകയാണെന്നും KPCC മുൻ പ്രസിഡന്റ് മുൻ MP-യുമായ കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭ പ്രഥമ ചെയർമാനുമായിരുന്ന K ബീര സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പകൽ ഒരുമിച്ച് നടക്കുകയും രാത്രിയിൽ പാരവയ്ക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാരവെപ്പിൽ കഴിവ് തെളിയിച്ചവരെ പാർട്ടിയിൽ പ്രമോഷൻ നൽകുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന നയം തുടർന്നാൽ
കാലാകാലം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. മൂന്നാമത് ഒരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് കേരളത്തിലുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ശരിയായിട്ട് പ്രവർത്തിക്കണം, അത്രയേ ഉള്ളൂ എന്ന് എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വരെ പറയുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും സുവർണാവസരം നമുക്ക് പിണറായി ഒരുക്കി തന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഇലക്ഷനെ ക്ലൈമാക്സിലെത്തുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിക്കാർ ആയിരിക്കില്ല, ഒരുമിച്ച് നിന്ന് പകല് ഒരുമിച്ച് നടക്കുക, രാത്രി കാലമില്ല. അതിന് അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പാർട്ടിന്റെ പ്രമോഷൻ കിട്ടുക, അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കയ്യിൽ പോയിട്ട് നമ്മൾ ആരും ദുഃഖിച്ചിട്ടില്ല. പ്രാദേശിക ജനങ്ങളെ ചേർത്തു നിർത്തി ജനകീയത തെളിയിച്ച നേതാവാണ് കെ ബീരു സാഹിബ്. തന്റെ അധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാനും ബീരു സാഹിബിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുസ്മരണ സമിതി ചെയർമാൻ കെ ഡി വീരമണി അധ്യക്ഷത വഹിച്ചു. ഒ അബ്ദുറഹ്മാൻ കുട്ടി, പി എ മാധവൻ, സി എച്ച് റഷീദ്, പി യതീന്ദ്രദാസ്, പി കെ രാജൻ, വി കെ ഫസലുൽ അലി, കെ വി ഷാനവാസ്, കെ നവാസ്, കെ കെ സെയ്ദു മുഹമ്മദ്, കെ വി യൂസഫ് അലി, സുബൈദ പാലക്കൽ, ഷോബി ഫ്രാൻസിസ്, സി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വഴിയോരം മോടി പിടിപ്പിക്കൽ പദ്ധതിക്ക് തുടക്കമായി. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഹസീസ്, കെ കെ ജയന്തി, ഷീബ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വായനശാല ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1 ലക്ഷം രൂപ ചിലവഴിച്ച് അരിയന്നൂർ മൈത്രി റോഡ് മുതൽ പാരീസ് റോഡ് പാലം വരെയാണ് വഴിയോരം മോടി പിടിപ്പിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗുരുവായൂർ മാവിൻ ചുവട്ടിൽ സ്കൂട്ടറും ആംബുലൻസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുണ്ടൂർ കോഴിശ്ശേരി വീട്ടിൽ ലക്ഷ്മിക്കാണ് പരിക്കേറ്റത്. 48 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6:30 സ്കൂട്ടറിൽ പോകുന്നതിനിടെ ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ലക്ഷ്മിയെ നാട്ടുകാരുടെ സഹായത്തോടെ ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൗക്കാനപ്പെട്ടി ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. ചാവക്കാട് AEO ജയശ്രീ PM മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി നമിത ഐ ചെറുവത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിട്ടയർഡ് DDE കെ സുമതി എൻഡോമെന്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ 90 വയസ്സുള്ള യാക്കോബ് മാക്കു, സൈനിക മെഡിക്കൽ ഓഫീസറായി ട്രെയിനിംഗ് കഴിഞ്ഞെത്തിയ ജിഷ്ണു, മുതിർന്ന അധ്യാപിക TJ വത്സ എന്നിവരെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും വടക്കേക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഷീദ് കണ്ണാത്ത്, PTA പ്രസിഡന്റ് ഷെസീന MR, OSA പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ, മുൻ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഐക്യദാർഢ്യ സദസ്സുകളും സർക്കാരിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഒരുമനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സദസ്സ് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ ഉദ്ഘാടനം ചെയ്തു. KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ലീന സജീവൻ, ജ്യോതി ബാബുരാജ്, ആരിഫ ജുഹൈർ, നസീർ മൂപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കിലപ്പീടിക സെന്ററിൽ നടന്ന പ്രതിഷേധ ജ്വാല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജയകുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ വൈലത്തൂർ, അഷ്റഫ് തറയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, പഞ്ചായത്ത് മെമ്പർമാരായ ഗിരീഷ്, ശ്രീധരൻ മാക്കാലിക്കൽ, റഷീദ്, RM ബക്കർ, ഷക്കീർ അണ്ടിക്കോട്ടിൽ, സൽമ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കമറുദ്ദീൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, ഉമ്മർ അറക്കൽ, യൂസഫ് തണ്ണിത്തുറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കര ഒറ്റൈനി റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുന്നയൂർ പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു.
കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റം സെന്ററിൽ നടന്ന സമരപരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, എം മൊയ്തീൻ, അഡ്വക്കേറ്റ് പി നിവാസ്, നൌഷാദ്, അപ്പു ആളൂർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ടിഒ ജോയ്, സെബീന റിറ്റോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെൽബിൻ മറ്റം, ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, മറ്റം സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് ഭാരവാഹികളായ സോണി സക്കറിയ, ശശിധരൻ കണ്ടമ്പുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിക്കുന്ന അദ്വിക 2025 ആർട്സ് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത നിർവഹിച്ചു. സെനറ്റ് കൺവീനർമാരായ സംഗീത് KS സൽക്കല എന്നിവരും മറ്റ് വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ നടക്കുന്ന വൈവിധ്യമാർന്ന മതപരവും പ്രാദേശികവും ഭാഷാപരവുമായ പശ്ചാത്തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക സാഹിത്യ കലാപരിപാടികളിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കത്തിലാണ് വിദ്യയിലെ വിദ്യാർത്ഥികൾ. ഉപന്യാസം, അക്ഷരശ്ലോക, കാവ്യകേളി തുടങ്ങിയ സ്റ്റേജ് തല മത്സരങ്ങൾ ആരംഭിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വെള്ളിയാഴ്ച. ഇതിന്റെ ഭാഗമായ പ്രസിദ്ധമായ പതിർവാണിഭം വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് മുതൽ കാർഷിക സമൃദ്ധിയുടെ ഓർമ്മയും പഴമയും പെരുമയും വിളിച്ചോതി ക്ഷേത്ര മൈതാനത്ത് വാണിഭം നടക്കും. വൈകിട്ട് 5 മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെയാണ് ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗതമായി നടത്തിവരാറുള്ള പതിർവാണിഭം നടക്കുക. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ പതിർവാണിഭ സ്ഥലത്ത് നിന്ന് ലഭ്യമാണ്. ഉണക്കമത്സ്യമാണ് വാണിഭത്തിലെ പ്രധാന ഇനം. ആദ്യകാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ജന്മിയിൽ നിന്ന് കൂലിയായി കിട്ടുന്ന നെല്ലിൻ്റെ പതിര് നൽകിയാണ് ജനങ്ങൾ ഉണക്കമത്സ്യം വാങ്ങിയിരുന്നത്. അങ്ങനെയാണ് പതിരുവാണിഭമെന്ന പേര് വന്നത്. പതിർവാണിഭത്തിൽ കൊമ്പൻ സ്രാവ് മുതൽ നാട്ടിൻ പുറത്ത് കാണുന്ന വരാൽ വരെ വിൽപ്പനയ്ക്കായി ഉണ്ടാകും. കൂടാതെ വിവിധതരം മൺപാത്രങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കത്തികൾ, മുറം, കൈക്കോട്ടുതായ, കയറുകൾ, പച്ചക്കറി വിത്തുകൾ, പായകൾ, ചൂൽ, പച്ചക്കറി എന്നിവയടക്കമുള്ള വസ്തുക്കളുടെ വിൽപ്പന നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ 12 മണി വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വൈകിട്ട് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 96 ദേശങ്ങളിലെ തട്ടകത്തമ്മയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിലേക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പ്രാദേശിക പൂരങ്ങൾ മൈതാനത്ത് എത്തും. കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള കേരളത്തിലെ 35ഓളം ഗജവീരന്മാർ അണിനിരക്കും. പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് പൂരം 3.5 കോടിക്ക് ഇൻഷൂർ ചെയ്ത് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി. വെള്ളിയാഴ്ച നടക്കുന്ന പുരാഘോഷമാണ് 3.5 കോടിക്ക് കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ ഓറിയന്റൽ ഇൻഷുറൻസ് മുഖേന ഇൻഷുറൻസ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രി മുതൽ മാർച്ച് 1 ശനിയാഴ്ച രാത്രി 12 മണി വരെയും 7 കിലോമീറ്റർ ചുറ്റളവിൽ 5 ദിവസത്തേക്കുമാണ് ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയത്. കൂടാതെ ക്ഷേത്ര മൈതാനം, മെയിൻ റോഡ് സെന്റർ മുതൽ തണത്ര പാലം വരെ CCTV ക്യാമറയും പൂര ദിവസങ്ങളിൽ എഴുന്നള്ളിച്ചു വരുന്ന ആനകൾക്ക് പ്രത്യേക സ്ഥലങ്ങളിൽ വെള്ളവും, കൂട്ടിയെഴുന്നള്ളിപ്പ് ബാരിക്കേഡിനകത്ത് ആനയ്ക്ക് തീറ്റയും, പൂരസുരക്ഷയ്ക്കായി 200ഓളം പോലീസ് സേന, അഗ്നിരക്ഷാ സേന, 2 എലിഫന്റ് സ്ക്വാഡ്, ട്രോമ കെയർ അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സേവനവും ക്ഷേത്ര മൈതാനത്ത് ഒരുക്കിയതായി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KK മുരളി കുന്നത്തേരി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ CK സുഷി എന്നിവർ അറിയിച്ചു. ഞമനങ്ങാട് കണ്ടംപുള്ളി ഓൾഡ് ALP സ്കൂളിന്റെ 106ാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സരിത ഷാജി അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് സമ്മാനദാനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക രമാദേവി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീധരൻ മാക്കാലിക്കൽ, ജോൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KS മനോജ് സ്വാഗതവും സിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഹ്ലൻ റമളാൻ പ്രഭാഷണം നടത്തി. മന്ദലാകുന്ന അൽ ഹിക്മ മസ്ജിദിൽ നടത്തിയ ചടങ്ങ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരുവത്ര അധ്യക്ഷത വഹിച്ചു. മുജീബ് കോടത്തൂർ, ഇബ്രാഹിം സലഫി തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. ഉസ്മാൻ ബദർപള്ളി, റഫീഖ് അകലാട്, ബാദുഷ ബദർപള്ളി, ഹംസക്കുട്ടി മന്ദലാകുന്ന, MV അബ്ദുൽ സമദ്, അലി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ശിവരാത്രി ആഘോഷ നിറവിൽ ശിവാലയങ്ങൾ. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിക്ക് വിശേഷാൽ ചടങ്ങുകൾ ആരംഭിച്ചു. നിർമ്മാല്യ ദർശനം, എണ്ണയാടൽ, വാകച്ചാർത്ത്, അഭിഷേകം, ഗണപതി ഹോമം തുടങ്ങിയവ നടന്നു. രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി രാമദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തി. ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണ വേദിയിൽ രാവിലെ 7:30 ജ്യോതിദാസ് കൂടത്തേങ്ങലിന്റെ സോപാന സംഗീതവും ശേഷം കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും നൃത്യങ്ങളും അരങ്ങേറി. 11 മണി മുതൽ ഇന്ത്യ സ്റ്റാർ യൂത്ത് ഐക്കൺ അവാർഡ് വിജയി കലാമണ്ഡലം കാർത്തിക് ശങ്കറും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ നടന്നു. രാവിലെ 9:30 മുതൽ പ്രസാദഊട്ടും ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ ദേവസ്വത്തിന്റെ ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള വിശേഷാൽ എഴുന്നള്ളിപ്പും തുടർന്ന് മേളവും ആരംഭിച്ചു. വൈകിട്ട് 4:30 വിവിധ പൂരാഘോഷങ്ങളുടെ വരവുണ്ടായി. ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 6:30 ദീപാരാധന, നാദസ്വരം, ലക്ഷദീപം തെളിയിക്കൽ എന്നിവയും 7 മണിക്ക് ചുറ്റുവിളക്ക്, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായി. ഭരതനാട്യം, തിരുവാതിരക്കളി, വിവിധ നൃത്യങ്ങളും അരങ്ങേറി. സ്റ്റാർ മ്യൂസിക് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. കിരാലൂർ ശിവക്ഷേത്രത്തിൽ കാളക്കളി ഉത്സവം നടന്നു. കുണ്ടിലങ്ങാടിയിൽ നിന്നും തുടങ്ങിയ കാളക്കളി വൈകിട്ട് കിരാലൂർ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. CSU പ്രസിഡന്റായ പ്രദീപ്, സെക്രട്ടറി രാധാകൃഷ്ണൻ, ട്രഷറർ സനീഷ് തുടങ്ങിയവർ കാളക്കളി നിയന്ത്രിച്ചു. പെഞ്ഞാമുക്ക് പീഡികേശ്വര ശിവക്ഷേത്രത്തിൽ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയോടെ ദേവസ്വം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ തിടമ്പേറ്റി. 5:30 ആരംഭിച്ച കൂട്ടിയെഴുന്നള്ളിപ്പിന് കക്കാട് രാജപ്പൻമാരാരുടെ പാണ്ടിമേളം അഴകായി. നാടൻ കലാരൂപങ്ങളായ തെയ്യം, തിറ, പൂതം, കാവടി തുടങ്ങിയവയും ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് ദീപാരാധന, ഗാനമേളയും ഉണ്ടായി. പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശകമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. ദീപാരാധനയ്ക്ക് ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ്, സന്ധ്യയ്ക്ക് വിശേഷാൽ ചുറ്റുവിളക്കുമുണ്ടായി. 7:30 പഞ്ചാരി മേളത്തിന്റെയും ഗജവീരിന്റെയും അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് പാരമ്പര്യവേലകളും ക്ഷേത്ര തട്ടക നിവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. പിള്ളക്കാവടി, കലശപൂജ, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. 6-ന് പാണ്ടിമേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ആനകൾ അണിനിരന്നു. കൊമ്പൻ ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ തിടമ്പേറ്റി. ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, നാടൻ കലാരൂപങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണവുമുണ്ടായി. പുലർച്ചെ പൂരത്തിന് ശേഷം ആറാട്ടോടെ ആഘോഷങ്ങൾ സമാപിക്കും. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശുദ്ധികർമ്മങ്ങളോടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ശ്രീഭൂതബലിയും രാത്രി 8-ന് തിരുവനന്തപുരം വേദവ്യാസ കലാക്ഷേത്രത്തിന്റെ മറിമായം എന്ന നാടകവും അരങ്ങേറി. ശിവരാത്രി ദിവസമായ ബുധനാഴ്ച രാവിലെ 6:30 അഷ്ടപതി, 7-ന് പെരുവനം കുട്ടന്മാരാർ, ചൊവ്വല്ലൂർ മോഹനൻ എന്നിവർ നയിച്ച മേളത്തിന്റെ അകമ്പടിയോടെ 3 ആനകൾ അണിനിരന്ന ശീവേലി എഴുന്നള്ളിപ്പും ഉണ്ടായി. 10-ന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവും ഉച്ചകഴിഞ്ഞ് 2-ന് പരക്കാട് തങ്കപ്പമാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ എന്നിവർ നയിച്ച പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പും ഉണ്ടായി. സന്ധ്യയ്ക്ക് ഫാൻസി വെടിക്കെട്ടിന് ശേഷം ചൊവ്വല്ലൂർ സുനിലിന്റെ തായമ്പക അരങ്ങേറി. ക്യാൻസർ അറിഞ്ഞതിനുമപ്പുറം എന്ന വിഷയത്തിൽ ഡോക്ടർ രാജശ്രീ എൻകുട്ടി നേതൃത്വം നൽകി. ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. വൈകിട്ട് ചൊവ്വല്ലൂർ നൂപുരനാഥം അവതരിപ്പിച്ച നൃത്തശില്പം ഉണ്ടായി. രാത്രി 9:30 പഞ്ചവാദ്യം, മേളം എന്നിവയോടെ എഴുന്നള്ളിപ്പും രാത്രി 1-ന് സിനിമാ പ്രദർശനവും നടക്കും. ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നാണയപ്പറ, നെൽപ്പറ സമർപ്പണം ഉണ്ടാകും. ശിവരാത്രി ദിവസം രാവിലെ 8 മുതൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി പ്രാദേശിക കലാപ്രതിഭകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രം ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി.
ശിവരാത്രിയോടനുബന്ധിച്ച് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരുദ്രഹോമം നടന്നു. രാവിലെ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായി. കക്കാട് വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രീരുദ്രഹോമവും ജലധാരയും നടന്നു. മേൽശാന്തി സൗരവ് മിശ്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചമകാഭിഷേകം, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. രാത്രി NSS എരുമപ്പെട്ടി യൂണിറ്റ് അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കലിനെ തുടർന്ന് വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. 11:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദവൂട്ടുമുണ്ടായി. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ശിങ്കാരിമേളം, തെയ്യം, നാദസ്വരം, കാവടിയാട്ടം, ബാൻഡ് സെറ്റ്, കരീബിയൻ ഡാൻസ് തിറയാട്ടവും, പൂതനും, കാളി, മൂക്കൻചാത്തൻ, കാളകളി, മരംകൊട്ടിപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കൽ പറയുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ വിവിധ കലാപരിപാടികളും ക്ഷേത്രാങ്കണത്തിൽ നടക്കും. പെരുമ്പില വൻസാർ വിമൻസ് കോളേജ് വാർഷിക കായികമേള സീൽ 2025 സമാപനം. കേരള പോലീസ് അക്കാദമി ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ കായികമേള ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫരീദ ജെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയും ദേശീയതലത്തിൽ ഹാർമർ ത്രോയിൽ വെങ്കല മെഡൽ നേടിയ സുഹൈമ നിലൂഫറിനെ ചടങ്ങിൽ ആദരിച്ചു. കോളേജ് ചെയർപേഴ്സൺ പവിത്ര പ്രദീപ് സംസാരിച്ചു. മത്സരങ്ങളിൽ യെല്ലോ ഹൗസ് 52 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. ഗ്രീൻ ഹൗസ് 50 പോയിന്റോടെ 2ാം സ്ഥാനവും റെഡ് ഹൗസ് 30 പോയിന്റോടെ 3ാം സ്ഥാനവും നേടി. ഫിസ മുസ്തഫ വ്യക്തിഗത ചാമ്പ്യനായി. അസ്ന 2ാം സ്ഥാനവും നേടി. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആരിഫ് ടി എ, കായിക വിഭാഗം അധ്യാപിക ഷിയോണ ബാബു, ജനറൽ ക്യാപ്റ്റൻ ഹാഫിസ തസ്നിം, ഹൗസ് ക്യാപ്റ്റന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്നക്കര വടക്കേ കോൾപ്പടവിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് മൂലം കർഷകർ ദുരിതത്തിൽ. 10 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയാണ് പ്രതിസന്ധിയിലായത്. വടക്കൻ വർഗീസ്, വാഴപ്പിള്ളി ലോറൻസ്, എലവത്തിങ്കൽ ഗബ്രിയേൽ, എലവത്തിങ്കൽ ലൂസി, നാലുപുരയ്ക്കൽ പ്രജീഷ്, നാലുപുരയ്ക്കൽ പ്രബിൻ എന്നീ കർഷകരാണ് കൃഷിക്കാവശ്യമായ വെള്ളമില്ലാത്തതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഉമ നെൽവിത്താണ് പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ 80 മുതൽ 100 ദിവസം പ്രായമുള്ള നെൽച്ചെടികൾക്ക് ഇതുവരെയും കതിർ വന്നിട്ടില്ല. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും അധികൃതർ കൃഷിയിടം സന്ദർശിക്കുവാനോ മേൽ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ ആകെ ദുരിതത്തിലാണ്. പോരാത്തതിന് ഞങ്ങൾക്ക് വളങ്ങളടക്കം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പ്രാവശ്യം നട്ടു. എന്നിട്ട് ഞങ്ങൾക്ക് അത് പല ഇത് കൊണ്ടും ഞങ്ങൾ നാശമായി പോയി. പിന്നെ ഞങ്ങൾ വരച്ചതുണ്ട്, നട്ടതുണ്ട്. ഇപ്പോഴും 100 ദിവസമായിട്ട് പോലും ഞങ്ങൾക്ക് കതിര് വരാത്തതും പോലും ഉണ്ട്. അത് വെള്ളത്തിൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കാൻ കാരണം. ഞങ്ങൾ അതുകൊണ്ട് കൃഷിഭവനിൽ ഞങ്ങൾ എത്ര തവണ ചെന്ന് പറഞ്ഞിട്ടും അവർ നോക്കാൻ ശ്രമിക്കാന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു കൃഷി ചെയ്യുന്നതിന് 1 ഏക്കറിന് 35,000 മുതൽ 40,000 രൂപയാണ് ചെലവ് വരുന്നത്. ഇനിയും വെള്ളം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. 250 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കോക്കു റോഡിന് സമീപം കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാർക്കാണ് വെള്ളം ലഭിക്കാത്തത്. ചെറിയ HP-യുടെ മോട്ടോറുകളാണ് നിലവിൽ ഇവിടെയുള്ളത്. കൃഷിക്കാവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്ന പരപ്പുഴ പാലത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ വർഷം 10 HP-യുടെ മോട്ടോർ കളവ് പോയിരുന്നു. കൂടുതൽ സമയം ചെറിയ മോട്ടോർ പമ്പ് ചെയ്യുന്നത് മോട്ടോറുകൾ തകരാറിലാകാൻ കാരണമാകുന്നുണ്ട്. ചെറിയ മോട്ടോറുകൾക്ക് പകരം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുകയുള്ളൂ. വെള്ളം ഒഴുകിയെത്തുന്ന ചെറിയ ചാലുകളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നത് സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. 5-ന്റെയും 10-ന്റെയും മരത്തെ മോട്ടോറുകളാണ്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനും വരെ ഞങ്ങൾക്ക് പണിയാണ്ടിരിക്കുക. ഞങ്ങൾ ഈ കടമെടുത്തിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കൊണ്ടുവന്നത് ആ പൈസ മുഴുവനും നഷ്ടമായി പോവുക. ഞങ്ങളൊരു 5-8 മാസം ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് 1 ഉറുപ്പ്യ പോലും ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ കിട്ടണില്ല. അത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി ഓഫീസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ ഇത് ആവാനുള്ളത്. ഗുരുവായൂർ മേൽപ്പാലത്തിലെ തെരുവിളക്കുകൾ കണ്ണടയ്ക്കുന്ന സ്ഥിതിയാണെന്നും അധികാരികൾ കണ്ണു തുറക്കണമെന്നും ഗാന്ധി ദർശനവേദി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ കിഴക്ക് പ്രവേശന പാതയിൽ തൊട്ട് തിരുവെങ്കിടം ഹൗസിംഗ് ബോർഡ് കോളനിയിലേക്കുള്ള റോഡിന്റെ തുടക്കത്തിൽ തകർന്ന ഭാഗങ്ങൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഗാന്ധി ദർശനവേദി പ്രസിഡന്റ് ബാലൻ വാർനാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MP സുധീർ, TD സത്യദേവൻ, M ഗോപിനാഥ്, MT ജോസ്, V ഹരിനായർ, K ഹരിപ്രസാദ്, M സുരേന്ദ്രൻ, C ചന്ദ്രൻ, E ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു.
ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ 56ാം വാർഷികവും നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയതിന്റെ ആഘോഷവും വ്യാഴാഴ്ച നടക്കും. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങ് അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയ്സൺ കൂനംപറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. നിർമ്മല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷയാകും. NABH സർട്ടിഫിക്കറ്റ് വികാരി ജനറൽ കൈമാറും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യപ്രഭാഷണം നടത്തും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അനുമോദന പ്രഭാഷണവും ആശുപത്രി ചാപ്പൽ കപ്ലൈൻ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളൻ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിക്കും. ചൂണ്ടൽ സാൻതോം ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, ഗ്രാമപഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് CJ ജോസഫ്, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ്, ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL കൊച്ചൌസേബ്, സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ പോൾ, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിക്കും. രാവിലെ 11 ആരംഭിക്കുന്ന ചടങ്ങ് CCTV പ്രാദേശികം ചാനൽ നമ്പർ 49-ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ആറ്റുപുറം സെന്റ് ആർണീസ് LP സ്കൂളിന്റെ 135ാം വാർഷികാഘോഷം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നിസ് മാറോക്കി അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, വടക്കേക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, പഞ്ചായത്ത് മെമ്പർ KS അനിൽ, സെന്റ് ആർണീസ് പള്ളി ട്രസ്റ്റി ബെന്നി അടക്കളത്തൂർ, PTA പ്രസിഡന്റ് ദിനേശ് G നായർ, MPTA പ്രസിഡന്റ് PR രചന, സ്റ്റാഫ് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷിബി ലാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അധ്യാപകരായ ഷെജി, ഷിബി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രധാനാധ്യാപകൻ AD സാജു സ്വാഗതവും പ്രോഗ്രാം കൺവീനർ NK ഷാജി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും ക്ഷേത്രപ്രവേശന വിളംബര ഗാഥകളുടെയും പ്രണേതാവായിരുന്ന മന്നത്ത് പത്മനാഭൻ വിട പറഞ്ഞിട്ട് 5.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഗുരുഭവനപുരിയിൽ മന്നത്തിന് മതിയായി അർഹിക്കുന്ന സ്മാരകം ഇനിയും യാഥാർത്ഥ്യമാക്കാത്തതിൽ അധികാരികൾ അലംഭാവം വെടിയണമെന്നും സ്മാരകം യാഥാർത്ഥ്യമാക്കണമെന്നും തിരുവേങ്കടം നായർ സമാജം സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ചേർന്ന യോഗം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. തിരുവേങ്കടാദ്രി ക്ഷേത്ര സമിതി സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ പ്രമേയാവതരണം നിർവഹിച്ചു. A. സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M. രാജേഷ് നമ്പ്യാർ, രാജു P. നായർ, അർച്ചന രമേശ്, ജയന്തി കൂട്ടംപറമ്പത്ത്, സുരേന്ദ്രൻ മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 55ാം സമാധി ദിനം വട്ടിമുറി NSS കരയോഗത്തിൽ ആചരിച്ചു. അംഗങ്ങൾ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി. KR ഉണ്ണിക്കുട്ടൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. C. വാസുദേവൻ ആമുഖ പ്രഭാഷണം നടത്തി. C. ഗംഗാധരൻ നായർ സംസാരിച്ചു. വിപണി ഫാൻസി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിക്കൊണ്ട് സെല്ലി ഫാൻസിയുടെ 4ാമത് ഷോപ്പ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പനക്കൽ എൻക്ലേവ് ബിൽഡിംഗിലാണ് പുതിയ സെല്ലി ഫാൻസി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ സ്വദേശി MP രാജന് ആദ്യ ഉൽപ്പന്നം നൽകിക്കൊണ്ട് റോസി ജോസഫ് ആദ്യ വിൽപ്പന നടത്തി. വാർഡ് കൌൺസിലർ മിനി മോൺസി, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, ഭാരവാഹികളായ MK പോൾസൺ, ജിനീഷ് തെക്കേക്കര, സെല്ലി ഫാൻസി ഉടമസ്ഥരായ ജോഫി ജോസഫ്, ഡോക്ടർ ഹനീനി M. രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫാൻസി ഐറ്റംസ്, സ്റ്റേഷനറി, ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലേഡീസ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, കുടകൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ലേഡീസ് ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.
മാറഞ്ചേരി തണൽ വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലുള്ള സംഗമവും പലിശരഹിത അയൽക്കൂട്ടങ്ങളുടെ നേതൃസംഗമവും ഫാമിലി കൗൺസിലർ സുലൈമാൻ അസേരി ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് എ. അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. എ. സൈനുദ്ദീൻ, എ. മൻസൂർ, കെ. വി. മുഹമ്മദ്, ടി. പി. നാസർ എന്നിവർ സംസാരിച്ചു. എ. മുഹമ്മദ് മുബാറക് സ്വാഗതവും ബേബി പാൽ നന്ദിയും പറഞ്ഞു. അയൽക്കൂട്ടാംഗങ്ങളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇങ്ങനെ ജീവിതത്തിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഇല്ലാതെയാക്കുക എന്നതാണ് ഒരാളുടെ വിജയം. വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല, പോകേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെയല്ലോ കുറേ കാര്യങ്ങൾ. അത് എത്ര കുറയുന്നോ അത്രയും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരായിത്തീരും. അതുകൊണ്ട് പറയുമ്പോൾ ചിന്തിച്ചു പറയുക. ദേഷ്യം പിടിക്കുന്ന സമയത്ത് വാ തുറക്കാതിരിക്കുക. അമിതാനന്ദത്തിൽ ഓഫർ കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇമോഷണൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് ലീഡേഴ്സ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിപണി കൂനമുച്ചി ഗുരുവായൂർ റോഡിൽ പ്രൊമിനന്റ് ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. കൊതിയൂറും വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായാണ് കൂനമുച്ചി ഗുരുവായൂർ റോഡിൽ പ്രൊമിനന്റ് ഫുഡ്സ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്ഥാപന പാർട്ട്ണർമാരിൽ ഒരാളായ സുരേഷിന്റെ മാതാവ് നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥാപനോടമകളായ ജിഷാദ്, സുരേഷ്, സിദ്ദിഖ്, കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ, അറബിക്, കോണ്ടിനെന്റൽ, ചൈനീസ് എന്നിങ്ങനെ വ്യത്യസ്തവും സ്വാദിഷ്ടവുമായ കൊതിയൂറും വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. രുചിയൂറുന്ന ബീഫ്, ചിക്കൻ, മട്ടൺ വിഭവങ്ങൾ, 150-ൽ പരം ചൈനീസ് വിഭവങ്ങൾ, കൂടാതെ ജ്യൂസുകൾ, ഷേക്സ്, അവൽ മിൽക്ക്, മൊജിറ്റോസ്, ചായയും കടിയും ലഭ്യമാണ്. മലബാർ ദം ബിരിയാണി, 12 വെറൈറ്റീസിൽ ചാർക്കോൾ അൽഫാം, 10 വെറൈറ്റീസിൽ ഷവർമ. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് എല്ലാ അറബിക് വിഭവങ്ങൾക്കും 50% കിഴിവ്. ബിരിയാണി, ബീഫായാലും ചിക്കനായാലും 99 രൂപ. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 5 വരെ എല്ലാ വിഭവങ്ങൾക്കും 25% ഫ്ലാറ്റ് ഓഫർ. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, ഫ്രീ ഡെലിവറിയും ലഭ്യമാണ്. പ്രൊമിനന്റ് റെസ്റ്റോറന്റ്, ഗുരുവായൂർ റോഡ്, കൂനമുച്ചി. ഫോൺ 9895600463. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന സന്ദേശത്തോടെ വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ക്യാമ്പസ് കോൺഫറൻസ് നടത്തി. +2 തലം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി വ്യാപാര ഭവൻ CMA ഗോൾഡൻ ജൂബിലി ഹാളിൽ നടത്തിയ ചടങ്ങ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. സലാഹുദ്ദീൻ അൽ ഹിക്മി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി തിരുവത്ര, ആദിൽ സാദിഖ്, അനസ് പുന്നിയൂർക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. ഹാരിസ് ആറ്റൂർ, അൻവർ അബൂബക്കർ, റഹ്മാൻ പെരിങ്ങോട്ടുകര, തൊലഹത്ത് സ്വലാഹി, നസറുള്ള മസദ്, നിയാസ് കൂരിയാടൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ധാർമ്മിക സമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 810 രൂപ, സ്വർണം പവന് 64,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം ചമ്മന്നൂർ അഴിയത്ത് കാർവാഷിന് സമീപം പരേതനായ എരണ്ടക്കാട്ടയിൽ മൊയ്തുണ്ണി ഭാര്യ പന്താലായനി തറയിൽ ആമിനക്കുട്ടി നിര്യാതയായി. 85 വയസ്സായിരുന്നു. കബറടക്കം ചമ്മന്നൂർ ഖബർസ്ഥാനിൽ നടന്നു. റഷീദ് മകനാണ്. വരവൂർ കുമരപ്പനാൽ കൊണ്ടത്തൊടിയിൽ ശങ്കരനാരായണന്റെ മകൻ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്ന ജിഷ്ണു നിര്യാതനായി. 26 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടന്നു. അജിത മാതാവും നിതിൻ, നിജിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. ചൊവ്വന്നൂർ ഇളവള്ളി വീട്ടിൽ പരേതനായ വാസു ആശാരി ഭാര്യ സരോജം നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് പാമ്പാടി പുണ്യതീരത്ത് നടക്കും. പ്രിയ, പ്രീത, പ്രദീപ്, പ്രതീഷ് എന്നിവർ മക്കളാണ്. കാക്കശ്ശേരി ചുങ്കത്ത് വീട്ടിൽ ജോസ് മാസ്റ്ററുടെ ഭാര്യ ലൂസി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30-ക്ക് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം സെമിത്തേരിയിൽ നടക്കും. ലിജോ, ലിൻഡോ, ലിസ്മി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
ശിവരാത്രി ആഘോഷത്തിൽ മഹാദേവ ക്ഷേത്രങ്ങൾ മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷങ്ങൾ വർണ്ണാഭം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ 3ാം ഘട്ട ടാറിംഗ് ആരംഭിച്ചു. കേച്ചേരി പന്നിത്തടം റോഡിൽ കേച്ചേരി ജംഗ്ഷൻ മുതലാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്ന് കെ മുരളീധരൻ. UDFന് ജയിക്കാനുള്ള സുവർണാവസരം പിണറായി വിജയൻ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നും മുരളീധരൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.